ചൂരൽമലയിലെ ഉറ്റ ചങ്ങാതിമാരാണ് ജയേഷും മുജീബും. ഉരുൾപൊട്ടലുണ്ടായി 8-ാം നാളാണ് ഇരുവരും കണ്ടുമുട്ടിയത്. ജീവനോടെയുണ്ടെന്ന് അവർ പരസ്പരം അറിഞ്ഞതുപോലും അപ്പോഴാണ്. ആ കൂടിക്കാഴ്ച ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്തും ക്യാമറമാൻ മുനീഫ് തിരൂരും കാട്ടിത്തരുന്നു. ജയേഷിൻ്റെ വീടിന് മുന്നിൽ അതിവൈകാരികമായ ചില രംഗങ്ങളാണ് കാണുന്നത്. മുജീബും ജയേഷും ഉറ്റ ചങ്ങാതിമാരാണ്. ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണോ കേട്ടോ? അല്ല, ഞങ്ങൾ വേറെ വേറെ ജോലി. അവർ കെട്ടുപണിക്കാരാണ്, ഞാൻ HML-ലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ആരും പോവാണ്ട് എത്ര മേലെന്ന് വരികയാണെങ്കിലും ഞങ്ങൾ പരസ്പരം എന്താ പറയുക, കുട്ടേട്ടാന്ന് അല്ലെങ്കിൽ മുജീബെന്ന് വിളിക്കാതെ ഇവിടെ ഈ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണവർ എത്ര മുകളിൽ നിന്ന് വരുന്നവരും താഴ്ന്ന് വരുന്നവരൊക്കെ പരസ്പരം ഒന്ന് വിളിച്ചിട്ട് ആയി പറയാതെ പോക്കില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു ഐക്യത്തോടെ, നല്ല ബന്ധത്തോടെ, സ്നേഹബന്ധത്തോടെ ജീവിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഹൈസ്കൂൾ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രം ഒരു 2 ദിവസത്തിന് ഞങ്ങൾ എടാ പോടാന്നൊക്കെ പറയാന്നല്ലാതെ പിന്നെ ഒന്നുമില്ല. നമ്മൾ ഞങ്ങളെല്ലാ വീട്ടിലും ഞങ്ങളെല്ലാവരും ഒന്നാ. ഏത് വീട്ടിലും ഞങ്ങൾക്ക് എപ്പോഴും കയറിച്ചല്ല ഇവിടെ. അത് ചോദിച്ചു നോക്ക്, ഏത് വീട്ടിലും ഏത് ടൈമും പാതിരാക്ക് ഈ ഇവിടെ അത്ര ഐക്യത്തിൽ നിൽക്കുന്നവർ. അടുത്തടുത്ത വീട്ടുകാർ ആരൊക്കെയാന്നുള്ള വീടൊക്കെ ഒന്നും ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ ഏതൊക്കെ വീടുകളായിരുന്നു കൃത്യമായി കണ്ണടച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ആരെ വീട് എവിടെ ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. 8-ാം ദിവസമാണോ നിങ്ങൾ കണ്ടുമുട്ടുന്നത്? 8-ാമത്തെ ദിവസമാണ് ഞങ്ങളൊക്കെ കണ്ടുമുട്ടുന്നത്. ഒക്കെ അയൽവാസികളാ, ഒരുമിച്ച്. എന്താ ചെയ്യാ, നമുക്ക് വീട് പോയിട്ടില്ല. പക്ഷെ നമ്മൾ അയൽവാസികളൊക്കെ പോയി. നമ്മളെ വീടിൻ്റെ നേരെ മുമ്പെന്നാണ് പോയത്. അതുകൊണ്ട് നമ്മൾ അയൽവാസികളൊക്കെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവരെ വീടാണല്ലോ ഇപ്പോൾ അത്. ഇപ്പോൾ കാണുമ്പോൾ അവരുണ്ടോയെന്ന് തന്നെ നമുക്കറിയില്ല. ഇപ്പോഴല്ലേ ഞാൻ അവനെ കാണുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് 8 ദിവസം കഴിഞ്ഞിട്ടപ്പോൾ കാണുന്നത്. എന്തായാലും ജയേഷിൻ്റെ വീടിന് മുമ്പിൽ ഇത്തരത്തിലുള്ള നിരവധി വൈകാരികത. കാരണം ഈ നാട്ടുകാരെല്ലാം തന്നെ ഒരു മനസ്സോടെ കഴിയുന്ന ആളുകളാണ്. അതിൽ ഒരു തരത്തിലുള്ള വൈജാത്യവും വ്യത്യാസവുമില്ല. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്ത് ഈ പ്രദേശത്തുള്ള മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണ്. അവർക്കിടയിലേക്കാണ് ഇങ്ങനെ ഉരുൾ പാഞ്ഞു വന്നിരിക്കുന്നത്. എന്തായാലും മുജീബിൻ്റെയും ജയേഷിൻ്റെയും ഇവർ പരസ്പരം ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയുന്നത് പോലും ഇന്നാണ്. എന്തായാലും രണ്ടുപേരും ഇവിടെയുണ്ട്. ഇവരെ ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും കഴിയണം. ആ ചേർത്ത് പിടിക്കാനുള്ള കരുതലാണ് ഈ നാടിന് ഉണ്ടാകേണ്ടത്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവരും നിലകൊള്ളണമെന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. തിരൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.